കൂടാരം ആശയറ്റോർക്കാശയമരുളും അഭയസങ്കേതം ദൈവം നൽകിയ സ്നേഹവരദാനം പ്രിയപ്പെട്ടവരെ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഈ ആഴ്ച കർത്താവിൻ്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം, അഭിഷേകം, സൗഖ്യങ്ങളും വചനത്തിന് നിറവും ദൈവസ്നേഹ അനുഭവവും സ്വീകരിക്കുവാനായി അനേക മക്കൾ കടന്നു വന്ന് കർത്താവിൻ്റെ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവികമായ പദ്ധതികളും അനുഗ്രഹങ്ങളും എല്ലാവരിലേക്കും കർത്താവ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ആഴ്ച ധ്യാനത്തിനായിട്ട് കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതങ്ങളിലെല്ലാം ദൈവകൃപയുണ്ടാകുവാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. എല്ലാ ആഴ്ചയും ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ നടത്തപ്പെടുന്ന ഈ ധ്യാന ശുശ്രൂഷയിൽ അനേകർ വന്ന് പങ്കെടുക്കുന്നു, അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നു. ദൈവം അവരുടെ എല്ലാ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരിയേറെ സന്തോഷത്തോടെ കർത്താവിന് നന്ദി പറയുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. മോശ ഇപ്രകാരം പറഞ്ഞു. മോശ പറഞ്ഞു, ഞാൻ അടുത്ത് ചെന്ന് ഈ മഹാദൃശ്യമൊന്ന് കാണട്ടെ. ഈ മുൾപ്പടർപ്പ് കത്തി ചാമ്പലായി തീരുന്നില്ലല്ലോ. ഒരു മഹാദൃശ്യമാണ്, അത്ഭുതകരമായ ഒരു അനുഭവമാണ് മോശ വിവരിക്കുന്നത്. ദൈവസാന്നിധ്യത്തിലായിരിക്കുന്ന മോശയ്ക്ക് ലഭിച്ചൊരു അനുഭവമാണ്. അതേപോലെ തന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഈ ധ്യാന ശുശ്രൂഷകളിൽ, ഈ വചന ശുശ്രൂഷയിൽ, സൗഖ്യ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം, ദൈവത്തിൻ്റെ വലിയൊരു കൃപ, വലിയൊരു മഹാ അത്ഭുതം അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അനേകർ അതിന് സാക്ഷ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരെയും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ വലിയ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവട്ടെ. ഈ ഒരാഴ്ചക്കാലം ദൈവം പ്രവർത്തിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കർത്താവിന് നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്റെ ശരീരമാകുന്നു. ഒന്ന് കൊറിന്ത്യർ 14-ാം അധ്യായം 1-ാം വാക്യം. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് സ്നേഹത്തിൽ വളരാനായിട്ടാണ്. നമുക്കറിയാം, ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴാണ് പരാജയം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ സ്നേഹത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. എൻ്റെ പേര് ഷറോണ.
ഞാൻ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത്. ചുള്ളിക്കര എന്ന സ്ഥലത്താണ് വീട്. അപ്പം ഞങ്ങൾ ഞാനും ഉണ്ട്, എൻ്റെ ചേച്ചിയും ഉണ്ട്. ഞങ്ങൾ UK നിന്ന് 1 മാസത്തെ ലീവിന് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ധ്യാനം കൂടാം എന്നൊരു ഞങ്ങൾ തീരുമാനിച്ച് വന്നത്. അപ്പോൾ ഒരാഴ്ചത്തെ ധ്യാനമായിരുന്നു. ഭയങ്കര ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു വർഷമോ 2 വർഷമായിട്ട് UK യിലാണ്. അപ്പോൾ ആദ്യമായിട്ട് വന്നപ്പോൾ ധ്യാനം കുറച്ച് നാളായിട്ട് കൂടുന്നില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് കൂടിയത്. വളരെ നല്ലൊരു ധ്യാനമായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും പേഴ്സണലി ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ റൂമിലാണെങ്കിലും ഞങ്ങൾ എപ്പോഴും ധ്യാനത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു രൂപം ഞങ്ങളുടെ 2 പേരുടെയും ദേഹത്ത് വരുന്ന പോലെ ഞങ്ങൾക്ക് 2 പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ ദിവസം കൂടുമ്പോഴും. അപ്പോൾ എല്ലാവർക്കും ഒരു താങ്ക് യു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒരു നന്ദി പറയുന്നത്. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണ്. ദൈവത്തിൻ്റെ കരുണ അനന്തമാണ്. സങ്കീർത്തനം 136:1 നാം ഇപ്രകാരം വായിക്കുന്നു: കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഇന്ന് ഭൂമുഖത്ത് ജീവിക്കുന്ന 800 കോടി ജനങ്ങള്, എല്ലാ ജീവജാലങ്ങള്, സസ്യലതാദികള് എല്ലാത്തിനും ജീവൻ കൊടുത്തതും ഇന്നുവരെ പരിപാലിച്ച് സംരക്ഷിക്കുന്നതും ദൈവമാണ്. ഒരു പ്രധാനമന്ത്രിയല്ല, ഒരു മുഖ്യമന്ത്രിയല്ല, ഒരു പ്രസിഡന്റ് അല്ല, ലോകത്തിലെ ഒരു ഭരണാധികാരിയുമല്ല, നമ്മുടെ മാതാപിതാക്കന്മാരുമല്ല. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം തൊട്ട് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു കാവൽ മാലാഖയെ സൃഷ്ടിച്ച് നമ്മുടെ കൂടെ നിർത്തുന്നു. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴും ഉദരത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴും മറ്റാരേക്കാളും കൂടുതൽ നമ്മെ ശ്രദ്ധിക്കുന്നതിന്, കരുതുന്നതിന് ഓരോരുത്തർക്കും ഒരു കാവൽ മാലാഖയെ ദൈവം നിർത്തിയിട്ടുണ്ട്. ആ കാവൽ മാലാഖയ്ക്കോ ദൈവത്തിനോ നമ്മൾ നന്ദി പറയാൻ മറന്നുപോയാലും, ഒട്ടും നന്ദി പറഞ്ഞിട്ടില്ലെങ്കിലും ദൈവം നമ്മളെ കാത്ത് പരിപാലിക്കുന്നു. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ശക്തിയോടെ കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ശുശ്രൂഷയുടെ വലിയ സൗഖ്യം കർത്താവ് നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടെ എല്ലാ രോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒത്തിരിയേറെ വരദാനങ്ങൾ ചൊരിയണമേ എന്ന യാചനയോടെ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശു തൻ്റെ പരസ്യകാല ജീവിതത്തിൽ ഒരു കാര്യം മാത്രം ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് ചെയ്തത് രോഗികളെ സൗഖ്യപ്പെടുത്തുകയാണ്. തൻ്റെ അടുത്ത് വന്ന എല്ലാ രോഗികളെയും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവിടുന്ന് സൗഖ്യപ്പെടുത്തുന്നുണ്ട്. സൗഖ്യപ്പെട്ട് കഴിയുമ്പോൾ യേശു പറയും, നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു.
എല്ലാവരുടെയും ബൈബിൾ ഉണ്ടാവും. വേദപുസ്തകം അവസരം കിട്ടുമ്പോൾ നോക്കുക, പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ എത്തിപ്പെടുക. അടുത്ത പ്രസംഗത്തിൻ്റെ വാചകം നഷ്ടപ്പെടുത്തരുത്. നമുക്കത് വെറുതെ 1 യോഹന്നാൻ 1:1 എഴുതി വെച്ചിട്ട് റൂമിൽ പോയിട്ടിരുന്ന് നോക്കാവുന്നതാണ്. അതുകൊണ്ട് പറഞ്ഞത്. ബൈബിൾ എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാർത്ഥിക്കുന്ന പുസ്തകമാണ്. ലോകത്തിലെ 800 കോടി ആളുകളിൽ 300 കോടി ആളുകൾ എന്നും പ്രാർത്ഥിക്കുന്ന ഏകദൈവത്തിൻ്റെ പേരാണ് യേശു. ഒന്ന് കൈയടിക്കാൻ തോന്നുന്നില്ലേ? ഹല്ലേലൂയ. അപ്പം 300 പേര് ഡയറക്റ്റായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും. അപ്പം നമ്മൾ തന്നെ പറയാറില്ലേ, ഒരു രക്ഷയില്ല, എൻ്റെ ചേട്ടാ ഈശോയോടൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. 300 കോടി ആളുകൾ ദിവസവും പ്രാർത്ഥിക്കുന്നെങ്കിൽ ഒരു 50-60% ആളുകൾ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ മുമ്പിലാണ് നമ്മൾ. മനസാന്തരത്തെക്കുറിച്ചാണ് നിങ്ങളോട് ഈ തിരുമണിക്കൂറിൽ സംസാരിക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ ആമുഖമായി ചില കാര്യങ്ങൾ പറയുകയാണ്. വളരെ അസ്വസ്ഥപ്പെട്ട് ജീവിതത്തിലെ തകർച്ചകളും വേദനകളും ദുഃഖങ്ങളും ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ നിരാശപ്പെട്ട് ഇരിക്കുന്നവര് ഇതിൽ പലരുമുണ്ട്. റോമ 8:28 നിങ്ങൾക്ക് കർത്താവ് സന്ദേശമായിട്ട് നൽകുന്നത്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. Divine, divine, divine blessing. Divine, divine, divine. ഞങ്ങളുടെ വീട് ഗുരുവായൂരടുത്ത് കാവീട് എന്ന് പറയും സ്ഥലം. അവിടെയാണ് മകൻ ഒരു മകനും 2 മകളുമാണ്. അതിൽ മകൻ കുവൈറ്റിലാണ്, മരുമകളും അവിടെ തന്നെ. അവരവിടെ വെച്ചിട്ട് പ്രസവത്തിന് മുമ്പ് സ്കാനിങ്ങിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ പ്രശ്നമാക്കണില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ നടക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് പ്രസവം വന്നപ്പോൾ പ്രസവത്തിൽ കുട്ടിക്ക് ഹാർട്ടിന് ഒരു വാൾവില്ല, പിന്നെ 2 ദ്വാരം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ അവിടെ ഡോക്ടർമാരുടെ ട്രീറ്റ്മെൻറ്റിൽ ആദ്യം കുറച്ച് നാൾ തുടർന്നു, 3 മാസം. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു അവിടെ വേണ്ട, ഇവിടെ വന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഒന്ന് നല്ല ഡോക്ടറെ കാണിച്ചിട്ട് എന്താ പറയണതെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ലിസി ഹോസ്പിറ്റലിൽ കാണിച്ചു. ചേച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ എന്താണ് സൗഖ്യം കിട്ടിയത്? ഹാർട്ടിന് ഇനിയിപ്പോൾ ഓപ്പറേഷൻ വേണ്ട, കേടുമാറിയെന്ന് ഇപ്പോൾ പറഞ്ഞവർ. ഇനിയിപ്പോൾ ഞങ്ങൾ പിന്നെ പോയിട്ടില്ല, ഞങ്ങൾക്ക് ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ കേത്താന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റിന് എഴുതിയിട്ടവർ ഒരു 15 ദിവസത്തിൻ്റെ ഉള്ളിൽ വിളിക്കും. അപ്പോൾ ഞങ്ങളിനി ചെല്ലാമെന്ന് പറഞ്ഞിട്ട് പോന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിലൊരു ധ്യാനം കൂടിയതാണ്. അപ്പോൾ കൂടിയപ്പോൾ ഞങ്ങൾക്ക് അനുഭവം, ഞങ്ങൾ 5 ദിവസം പഠിപ്പിച്ച് കൂടി ഞായറാഴ്ച വന്നതാണ്. ഇനിയിപ്പോൾ നാളെ വരാൻ. നല്ലൊരു അനുഭവമായിരുന്നു. ഞങ്ങൾ നന്നായി പ്രാർത്ഥിച്ചിരുന്നു. എപ്പോഴും കൊണ്ട ചൊല്ലിയും പ്രാർത്ഥിച്ചും ധ്യാനത്തിൽ. ചെറിയ കുട്ടിയായാലും 5 മാസമായിട്ടുള്ളൂ വന്നിരുന്നു, എല്ലാ സമയത്തും വന്നിരുന്നു. ദൈവം തുടർന്ന് ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു. അത് മൂലം ഞങ്ങൾക്കത് സാധിച്ചു കിട്ടുന്നു. ദൈവത്തിന് 1000 നന്ദി.
കർത്താവിൻ്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ശക്തിയോടെ കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ശുശ്രൂഷയുടെ വലിയ സൗഖ്യം കർത്താവ് നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടെ എല്ലാ രോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒത്തിരിയേറെ വരദാനങ്ങൾ ചൊരിയണമേ എന്ന യാചനയോടെ ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഉന്നത ശക്തിയാൽ ചെങ്കടൽ പിളർക്കപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഉന്നത ശക്തിയാൽ ചെങ്കടൽ പിളർക്കപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്ന് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയാനുള്ള വരദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ പാപത്തിൻ്റെ മേഖലയിലാണ്. പാപമാണ് ഞങ്ങളെ Divine, divine, divine blessing. Divine, divine, divine. ഇടുക്കി ജില്ല വാഗമണ്ണ് എന്ന് പറയും. വാഗമണ്ണ് ധ്യാനത്തിന് കൂടിയിട്ട് എന്താണ് ഒരു അനുഭവം? ധ്യാനം ഇത് കഴിഞ്ഞ കൊല്ലം വന്നു, ഈ കൊല്ലം വന്നു. എനിക്ക് നല്ലൊരു അനുഭവം. ഞാനിപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ധ്യാനം കൂടിയപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര ടെൻഷനായിരുന്നു. 2 മാസമായിട്ട് ധ്യാനം കൂടുന്നു തോന്നി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കൂടാറുണ്ട്. ഇവിടുത്തെ ഫിലിപ്പച്ചനുമായിട്ട് നല്ല ലോകത്തിലാണ് പോകുന്നത്. ഫിലിപ്പച്ചൻ എന്നെ അറിയാം. ഫിലിപ്പച്ചൻ ആദ്യം വന്ന് കണ്ടു. അത് കഴിഞ്ഞ് ധ്യാനത്തിന് കയറി അച്ഛൻ പ്രാർത്ഥിച്ചു വിട്ടു. എനിക്ക് നല്ലൊരു അനുഭവമാണ്. മനസ്സിലെ ഭയങ്കര ഭാരം മാറിപ്പോയി. ഞാനിപ്പോഴത്തെ ജീവിതം അങ്ങനെയാണ് എൻ്റെ ജീവിതം. ഇതെല്ലാ കാര്യമൊന്നും പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് എനിക്കൊരു വളരെ ഒരു ഇതാണ് കിട്ടിയിരിക്കുന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, എൻ്റെ ഇപ്പോഴത്തെ ജീവിത രീതി വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു ധ്യാനം. ഞാനൊരു ബിസിനസ്സുകാരനാണ്. ബിസിനസ് ഞാനിപ്പോൾ ഒരാഴ്ചത്തേക്ക് മാറ്റി വെച്ചിട്ടാണ് വന്നത്. എനിക്ക് നല്ലൊരു അനുഗ്രഹമാണ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ പേര് ബിൽജി. എവിടുന്ന് വരുന്നു? ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. ഈ ആഴ്ചയിലത്തെ ധ്യാനം കൂടിയപ്പോൾ എന്തെങ്കിലും ഒരു ഹീലിംഗ്? ഞാൻ ഒത്തിരി വിഷമങ്ങളും ബുദ്ധിമുട്ടിലും അവിടെ വന്നത്. ഒരു മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥയിലാണ് വന്നത്. പക്ഷേ ഇപ്പോൾ ധ്യാനം കൂടി ഹീലിംഗ് പ്രെയർ എല്ലാം കഴിഞ്ഞപ്പം ഭയങ്കര ഒരു പവർ, സമാധാനം കിട്ടിയ പോലെ ഇപ്പം എനിക്കുണ്ട്.
അഭിഷേകം കിട്ടിയ പോലെ മനസ്സിനുണ്ട്. Divine, divine, divine blessing. Divine, divine, divine. എൻ്റെ പേര് സോണി. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഡിവൈനിൽ ഇപ്പോൾ ഈ ആഴ്ചത്തെ ധ്യാനത്തിൽ പങ്കെടുത്ത വഴി വലിയൊരു നവീകരണം ജീവിതത്തിൽ ഉണ്ടായി. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കാത്ത വിധത്തിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നു അനുഭവപ്പെട്ടത്. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒത്തിരി പ്രശ്നങ്ങൾ. പക്ഷേ ധ്യാനത്തിൻ്റെ വചനങ്ങളിലൂടെ, പ്രത്യേകിച്ച് പനക്കലച്ചൻ്റെ ക്ലാസ്സുകൾ കൂടിയത് വഴി ജീവിതത്തിൽ വലിയ പ്രത്യാശയാണ് ഉണ്ടായത്. ജീവിക്കണമെന്നും ദൈവം വില നൽകുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് എങ്ങനെയാണ് ഓരോ കാര്യത്തിലും എങ്ങനെയാണ് മുന്നോട്ട് നമുക്ക് ഓരോ സ്റ്റെപ്പ് വെക്കാൻ പറ്റുന്നത്, ദൈവത്തിൻ്റെ കൂടെ എങ്ങനെയാണ് നമുക്ക് കൂടുതൽ പ്രാർത്ഥനാ ജീവിതമാണേലും നമ്മുടെ വീട്ടിലുള്ള അനുദിന ജീവിതത്തിലാണേലും എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത് വചനത്തിലൂടെയും ഇത്രയും അച്ഛൻ്റെ തന്ന ബോധ്യങ്ങളിലൂടെയും സാധിച്ചു. അപ്പം അതിന് നമുക്ക് മുന്നോട്ടുള്ള വരും കാലങ്ങളിൽ ജീവിക്കാനുള്ള ഒരു വലിയൊരു അവസരമായിട്ട് കാണും.